നമസ്കാരം. ധനമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാലാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബജറ്റ് അവതരണത്തിന് മുന്നിലാണ്. മുൻകാല ബജറ്റുകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും സാമ്പത്തിക പ്രയാസം സംസ്ഥാനം നേരിടുന്ന ഒരു ഘട്ടത്തിൽ വരുന്ന ബജറ്റ് അവതരണമാണ്. എത്രയുണ്ട് വെല്ലുവിളിയുണ്ട് ഈ ബജറ്റിൽ? എല്ലാ ബജറ്റുകളും ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വെല്ലുവിളികൾ ഉള്ള സമയത്ത് തന്നെ ആയിരിക്കും. കാരണം എങ്ങനെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണല്ലോ സംസ്ഥാന ഗവൺമെന്റുകളുടെ എല്ലാം ബജറ്റിൽ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ വരുമ്പം കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പോസിറ്റീവായ കാര്യങ്ങൾ ധാരാളമുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുമുണ്ട്. അത് ഞാൻ പറഞ്ഞത് ധനകാര്യ കാര്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മാത്രമല്ല, നമ്മുടെ ജനസംഖ്യ, പ്രായമായവരുടെ എണ്ണം, പിന്നെ നമ്മുടെ നാടിന്റെ സ്വഭാവം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നാടിനെ എങ്ങനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ കൂടുതൽ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാം, നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ ജോലി അവസരങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, ഇവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എങ്ങനെ കൂടുതൽ ഉണ്ടാവാം, പുറത്തുനിന്ന് കൂടുതൽ വരുമാനം വരാനെന്ത് ചെയ്യാം, ഇതൊക്കെ നമ്മുടെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുണ്ട്. അതിനൊപ്പമാണ് ഇത്തവണ വരുമ്പോൾ കേന്ദ്രത്തിന്റെ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ ശക്തമായ ആക്രമണമാണ് സംസ്ഥാനങ്ങൾക്ക് നേരെയുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിന് നേരെ വലിയ തോതിലുള്ള ആക്രമണം. ആ ആക്രമണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അവരുടെ ഈ സാമ്പത്തിക ഡിസ്ട്രിബ്യൂഷനകത്ത് വികസനം കൂടുതൽ വന്ന സ്ഥലങ്ങളിൽ അതിനനുസരിച്ചിട്ട് ഇനിയും കൂടുതൽ വികസനമായല്ലോ, ഇനി വികസനം ഇല്ലാത്തവർക്ക് കൂടുതൽ പണം കൊടുക്കാമെന്നൊക്കെയുള്ള ക്രൈറ്റീരിയ പലതും എടുത്തിട്ട് കേരളത്തിന് വരേണ്ട പണം കിട്ടേണ്ടതിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ. ഈ കണക്കുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല, ഇതിപ്പോൾ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ കിട്ടേണ്ട പണം പകുതിയാവുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എല്ലാം കുറയും. അപ്പോൾ അവർ പറയുന്നത് ഇത്രയും പേരെ നിങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ജോലിക്ക് വയ്ക്കേണ്ട, ഇത്രയും പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കണ്ട, ഇത്ര ആശുപത്രി വേണ്ട, ഇന്ത്യയിൽ ആകെ ശരാശരിയുള്ള സ്കൂളിന്റെ 4 ഇരട്ടി ശരാശരിയിൽ ഇവിടെ കൂടുതലുണ്ട്, അത് വേണ്ട, നമുക്കതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം നടത്തിക്കൊണ്ട് പോകണം, കൂടുതൽ വികസനം ഉണ്ടാവണം. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ പണം കട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കരുത്. ആ പണം നമുക്ക് മേടിച്ചെടുക്കണം, പക്ഷെ അതേസമയം തന്നെ അതിപ്പോൾ തരുന്നത് വരെ കാത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രവർത്തനവും തടസ്സപ്പെട്ടു പോകും. അതിന് നമുക്ക് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, ജനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ തളരില്ല, കേരളം മുന്നോട്ട് തന്നെ പോകും എന്ന് പ്രഖ്യാപിക്കുന്ന, എന്ന് നടപ്പിലാക്കുന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്ക് കൃത്യമായി വിവക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫെഡറൽ സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പം ചില രീതികൾ, പ്രവണതകൾ രൂപപ്പെടുന്നു എന്നതാണ് സംസ്ഥാനം രാഷ്ട്രീയമായും അല്ലാതെയും ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അവിടെയാണ് നമ്മുടെ ധനപ്രതിസന്ധിയും കേരളത്തിന് കിട്ടാനുള്ള വിഷയങ്ങളും ചർച്ചയായി വരുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏതു തരത്തിലാണ്, ഏതൊക്കെ മേഖലയിലാണ് ഇങ്ങനെ കൃത്യമായി കേന്ദ്രം ഒരു മോശപ്പെട്ട പ്രവണത കാട്ടി? ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റേറ്റുകളെ ദൈനംദിനം ബാധിക്കുന്ന അതിന്റെ ഫിനാൻസിനെ ആണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ 2017 മുമ്പ് വരെ ഇന്ത്യയിൽ നികുതി എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് സെയിൽ ടാക്സ് പിരിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങളുടെ ആയിരുന്നു. ഇപ്പം ഞാനൊരു സാധനം മേടിച്ചാൽ 100 രൂപയ്ക്ക് സാധനം മേടിച്ചാൽ 10 രൂപ നികുതിയെങ്കിൽ 10 രൂപ കേരളത്തിന് കിട്ടും. സ്വർണം അന്ന് മേടിക്കുകയാണെങ്കിൽ, സ്വർണ്ണം എടുക്കുക, വിലയുള്ളൊരു സാധനമാണല്ലോ, സ്വർണം മേടിക്കുമ്പോൾ 5% ആയിരുന്നു നികുതി, അത് സംസ്ഥാനത്തിന് കിട്ടും. GST വന്നതിന് ശേഷം ഈ GST കൗൺസിൽ സ്വർണത്തിന്റെ നികുതി കുറച്ചു, 3% ആക്കി. അതിനകത്ത് 1.5 നമുക്ക് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 100 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ 10 രൂപ ടാക്സ് ആണ്, 10 രൂപയും കേരളത്തിന് കിട്ടുമെങ്കിൽ ഇപ്പോൾ ആ 10 രൂപയുടെ പകുതിയെ കേരളത്തിന് കിട്ടും. 5 രൂപ കേന്ദ്രം എടുക്കും, 5 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ വരുമാനം അത്രയും കുറഞ്ഞു. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ വന്നു. അതുപോലെ നികുതി, ഞാൻ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നികുതി റേറ്റ് ഏകപക്ഷീയമായിട്ട് പലത്തിനും കുറച്ചു. ഫലത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന പണത്തിനേക്കാളും നികുതി വളരെ കുറഞ്ഞു. ഇതിനെ കൂടാതെയാണ് പല കാര്യങ്ങളും വേറെ തരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെസ്, പെട്രോളിയം, ഇപ്പൊ സെസ് എന്ന് സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തിന്റെ 41% ആണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കുന്നത്. ആ വീതം വെച്ചു കൊടുക്കുന്നതിന് കേരളത്തിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന 3.9 ആയിരുന്നു. 100 രൂപയും 3 രൂപ 90 പൈസ തരുമായിരുന്നെങ്കിൽ, 3 രൂപ 80 പൈസ തരുമായിരുന്നെങ്കിൽ ഇപ്പോൾ 1 രൂപ 90 പൈസ തരും. അപ്പോൾ അതിൽ തന്നെ പകുതി പോയി. ആ പകുതി എന്ന് പറഞ്ഞാൽ 1 രൂപ 90 പൈസ വെച്ച് ഈ വർഷം കിട്ടുന്നത് 21,000 കോടിയാണ്. അപ്പം നേരത്തെ തന്നുകൊണ്ടിരുന്ന കിട്ടി എത്ര കിട്ടും? 42,000 കിട്ടും. അത് തന്നെ കുറഞ്ഞു. പിന്നെ സെസ് പോലുള്ള കാര്യങ്ങൾ അവർ ഈ കണക്ക് കൂട്ടാതെ വേറെ പിരിച്ചുകൊണ്ട് പോന്നു. ഇത് കൂടാതെ തന്നെ നമുക്ക് നേരത്തെ GST വന്നപ്പം കോമ്പൻസേഷൻ തന്നിരുന്നു, അത് നിർത്തി. കടമെടുക്കാനുള്ള അവകാശം പോലും വെട്ടിക്കുറച്ചു. ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ നിരന്തരമായി പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളെല്ലാം പറയുന്നതാണ്, നിങ്ങൾക്കറിയാം. ആ തരത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്. ആ വെട്ടിക്കുറവ് വന്നു. അതിൻ്റെ കൂടെ എല്ലാ തരത്തിലും ഇപ്പം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനകത്ത് ഞാൻ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങളുണ്ട്, ഭരണപരമായ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് തരുന്ന പല സ്കീമുകളും അവരിപ്പോൾ വെട്ടിക്കുറയ്ക്കുക. ഇപ്പോൾ UGCയുടെ കുടിശ്ശിക തന്നിട്ടില്ല. ലൈഫ് പദ്ധതിക്ക് ചെറിയൊരു തുക അവർ തരുന്നുണ്ട്, അതുപോലും ഇപ്പോൾ ലൈഫ് കൊടുക്കുന്ന വീടുകളിലെല്ലാം അത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പേരെഴുതി വെക്കണം ആ സിസ്റ്റത്തിന്റെ. ആരോഗ്യമേഖല തരുന്നതിനെല്ലാം അവിടെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് എഴുതി വെച്ചാൽ പോരാ, അത് ഹിന്ദിയിലുള്ള പ്രത്യേക പേര്, പ്രത്യേക കളർ, ഇങ്ങനെ വേണം. ബ്രാൻഡിങ് ഇഷ്യൂ എന്ന് പറയും.
തരുന്നത് തന്നെ ഇപ്പം നമുക്ക് കുറെ വികസനം വന്നതുകൊണ്ട് നമ്മൾ വളരെ മെച്ചപ്പെട്ട തരത്തിലേക്കാണല്ലോ ജീവിത നിലവാരത്തിൽ, അത് കാരണം പണം കുറയ്ക്കുന്നു. ഇതെല്ലാം ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് വ്യത്യസ്തമായ നിലവാരമുള്ള സ്റ്റേറ്റുകൾ ഉണ്ടാവും. അതായത് കേന്ദ്രം തരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ സംസ്ഥാനം ചെലവഴിക്കുന്നുണ്ട്. ഇപ്പൊ ആരോഗ്യരംഗത്ത് ഇപ്പൊ അങ്ങനെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആയുഷിന് തരേണ്ട പണം തരുന്നില്ല. നമുക്ക് അവിടെ ചെലവാക്കാതിരിക്കാൻ പറ്റുമോ? ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ വേറെ പണം കണ്ടെത്തി ചെലവാക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഈ ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാനങ്ങളോടുള്ള അവഗണന അത് കേരളത്തെ മാത്രം ബാധിക്കുന്നതല്ല, മറ്റു പല സംസ്ഥാനങ്ങൾക്കും സമാന പ്രതിസന്ധി ഉണ്ടാവും. പക്ഷെ കേരളം മാത്രമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കേരളത്തെ. കണക്കുകളുണ്ട്. ഈ തരുന്ന പണത്തിൽ ഏറ്റവും ശതമാനം കുറച്ചത് കേരളത്തിനാണ്. മറ്റ് സ്റ്റേറ്റുകൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. എല്ലാ സ്റ്റേറ്റുകളും പ്രതിപക്ഷ സ്റ്റേറ്റുകൾ, ഭരണകക്ഷി സ്റ്റേറ്റുകൾക്ക് അത്രയും പ്രശ്നം വരില്ല. പ്രതിപക്ഷ സ്റ്റേറ്റുകളെല്ലാം ഏറിയും കുറഞ്ഞ ഈ പ്രശ്നം പറയുന്നുണ്ട്. തമിഴ്നാട് പറയുന്നുണ്ടല്ലോ. ഇപ്പം പിന്നെ ഡൽഹി ആയാലും പഞ്ചാബ് ആയാലും ബംഗാളായാലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. ആന്ധ്ര അടുത്ത സമയം വരെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പിന്നെ കർണാടക അതിശക്തമായി പറയുന്നു. കോൺഗ്രസ് ആണ്, കേരളത്തിലെ കോൺഗ്രസ് പറയുന്നില്ലെങ്കിലും കർണാടക അതിശക്തമായി പറയുന്നു. തെലങ്കാന പറയുന്നു. രാജസ്ഥാൻ പറഞ്ഞിരുന്നു. സ്റ്റേറ്റുകളെല്ലാം പറയുന്നുണ്ട്. ഈ കേന്ദ്രം ഇത്തരമൊരു ചിറ്റമ്മ നയം കാട്ടുന്നു എന്ന പരാതി കോടതിയിലേക്ക് ഉന്നയിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിനുശേഷം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ചില മോശം പ്രവണത ഉണ്ടായി എന്ന് അങ്ങ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനും വ്യത്യസ്തമായി മുഖ്യമന്ത്രിയും താങ്കളടക്കമുള്ള മന്ത്രിമാരും ഡൽഹിയിൽ ഒരു പ്രതിഷേധ സൂചകമായി പോകുക, അതൊരു സമരം തന്നെയാകുമെന്ന സമരത്തിനാണ് പോകുന്നത്. യെസ്, അതുകൂടെ നടന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാന കേന്ദ്ര ബന്ധത്തിൽ വലിയ തരത്തിലുള്ള വിള്ളലുണ്ടാവുകയും പ്രതിസന്ധി ഒന്നുകൂടി രൂക്ഷമാക്കും, അങ്ങനെ കരുതുന്നുണ്ടോ? ഈ ഡിപ്ലോമസി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ മാത്രമല്ല, എല്ലാവരുടെയും. നിങ്ങളൊരു സ്ഥാപനം നടത്തിയാൽ നിങ്ങളുടെ മാനേജ്മെന്റും ചീഫ് എഡിറ്ററും റിപ്പോർട്ടർമാരും തമ്മിലുള്ള ബന്ധത്തിനും ഒരു ഡിപ്ലോമസി ഉണ്ട്. ഈ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ വൈരാഗ്യം കാണിക്കലല്ലോ. സംസ്ഥാനം ഒരു കാര്യം പറയുന്നതിന് ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് ഡിപ്ലോമാറ്റിക്കായിട്ട് പരിഹരിക്കുന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണല്ലോ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ തന്നെ ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന, അംബാസഡർമാരെ ഡിപ്ലോമാറ്റ് എന്നല്ലേ പറയുന്നത്, എന്ന് പറയുന്നത് ആ ഡിപ്ലോമസിക്ക് പോലും ഉള്ള പ്രാധാന്യം, പരസ്പര ബന്ധം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി അത് ന്യായമായി ഡിപ്ലോമാറ്റിക്കായി പരിഹരിക്കുക എന്നല്ലാതെ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല വേണ്ടത്. നമ്മൾ കോടതിയിൽ പോയി എന്തുകൊണ്ടാണ്? പലതരത്തിലുള്ള മാർഗം നോക്കി. ആ മാർഗം നടക്കാത്തതുകൊണ്ടാണല്ലോ ലീഗൽ റെമഡി നമുക്കുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റെമഡിയാണ്. ആ ലീഗൽ റെമഡിക്ക് പോകുമ്പോൾ വൈരാഗ്യം കാണിക്കേണ്ട കാര്യം എന്താ? ലീഗൽ റെമഡി എന്ന നിലയിൽ ഒരു നിയമപരമായ പരിഹാരത്തിന് വേണ്ടി പോകുമ്പോൾ ആ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കുകയാണ് പക്വമായിട്ടുള്ള ഒരു നേതൃത്വം ചെയ്യേണ്ടത്. ഇവിടെ പലപ്പോഴും വളരെ വൈരാഗ്യപൂർവ്വമായിട്ടുള്ള സമീപനമായിട്ട് കാണുന്നു. രാഷ്ട്രീയ പാർട്ടികളൊക്കെ അത്തരം ചർച്ച ചെയ്യാം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അങ്ങനെ നിലപാടെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടും വളരെ മര്യാദയ്ക്കും ഭരണപരമായിട്ടുള്ള എല്ലാ നയങ്ങളും പാലിച്ചു തന്നെ ഞങ്ങൾ പറയുന്നത്. അതായത് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പറയുക. വൈരാഗ്യം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾക്ക് വൈരാഗ്യമേ ഇല്ല. നയങ്ങളിൽ എതിർപ്പുണ്ട്. പക്ഷെ വൈരാഗ്യം ഉണ്ടെങ്കിലാണ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത തരത്തിലേക്ക് വരിക. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ കാണണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വൈരാഗ്യം പാടില്ല. ഈ പോയിന്റ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് മറുപടി പറയുമ്പോൾ വൈരാഗ്യമൊന്നും ഇല്ലല്ലോ, ഞാൻ നിങ്ങൾ പറഞ്ഞ ശരിയല്ലെന്ന് പറയും എന്ന് പറയുന്ന പോലെയാണ് അവർ കാണേണ്ടതാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്ര സമരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ അനുഭാവപൂർവമായ ഒരു സമീപനം ഉണ്ടാകുന്നു, അങ്ങനെ സൂചന ഉണ്ടെന്ന് പറഞ്ഞു. വളരെ കൃത്യമായി ആരുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാവും? അങ്ങനെ ഒരു അത് നമുക്ക് ഇപ്പോഴേ പറയേണ്ട കാര്യമില്ലല്ലോ. വാസ്തവത്തിൽ സമരത്തിനകത്ത് ഇത്തരം സമാനമായി പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഇതിനോട് ഐക്യദാർഢ്യമുണ്ട്. അതിനകത്ത് അവരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവും. കാരണം അത് ഇന്ത്യയുടെ പ്രശ്നമാണ്. കാരണം ഇന്ത്യ നല്ല ഐക്യത്തോടെ നിൽക്കേണ്ടത് എല്ലാ സംസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എനിക്ക് അർഹമായത് കിട്ടുന്നേ ഇല്ലാന്ന് കേരളത്തിലെ ഓരോ കുട്ടിക്കും തോന്നുന്ന തരത്തിലേക്ക് അവസ്ഥ വന്നാലോ? അതല്ല യോജിപ്പിന് നല്ലത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ ഈ രാജ്യത്തെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് കേന്ദ്ര സംസ്ഥാന ബന്ധം ആരോഗ്യകരമായി കൊണ്ടുപോകുന്നതിന്, അതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം, ഹെൽത്തി ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. അതിന് ഉള്ള കാര്യങ്ങളെ നമ്മൾ ഉന്നയിക്കുന്നുള്ളൂ. അത് അർഹമായത് അർഹിക്കുന്ന തരത്തിലേക്ക് പരിഗണിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. വീണ്ടും സംസ്ഥാന ബജറ്റിലേക്ക് വരുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രഖ്യാപനം നടത്തുക ബുദ്ധിമുട്ടുണ്ടാക്കും, നമുക്കറിയാം. ഈ പ്രഖ്യാപനങ്ങളിലും സ്ട്രാറ്റജികളിലും എന്തൊരു പൊതു തത്വം പാലിക്കാനായിരിക്കും താങ്കൾ ശ്രമിക്കുക? പൊതുതത്വം കേരളത്തിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പം ഞാനിന്ന് രാവിലെ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന സീനിയറായിട്ടുള്ള പത്രപ്രവർത്തകരായിട്ട് സംസാരിച്ചു. കാരണം അതൊരു പത്രസമ്മേളനമായിരുന്നില്ല, അവരുടെ അഭിപ്രായം കേൾക്കാനാണ്. എന്തൊക്കെയാണ് കേരളത്തിന് ചെയ്യാൻ പറ്റുക? എല്ലാ മേഖലയിലും ഉള്ള ഡിസ്കഷനുണ്ട്. ഇന്ന് ഞാൻ സംസാരിച്ചാണ്, എക്കണോമിസ്റ്റുകളോട് സംസാരിച്ചു, മറ്റുള്ള ഓരോ മേഖലയിലും കേരളത്തിന് എന്തൊക്കെയാണ് സാധ്യത, എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കൊത്തിരി സാധ്യതയുണ്ട്.
അതെന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ കേന്ദ്രത്തിന്റെ ആ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്കതെല്ലാം പരിഹരിക്കണം. എന്നാൽ അതെല്ലാം ഉണ്ടെങ്കിൽ പോലും എക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെ പറ്റും, തൊഴിലവസരങ്ങൾ എങ്ങനെ വർദ്ധിക്കും, ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വിപുലമായിട്ടുള്ള എല്ലാവരുടെ അഭിപ്രായം കേട്ട് പ്രതിപക്ഷം ഭരണപക്ഷം എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ലാതെ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തി അല്ലെങ്കിൽ കുട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാട് അത് തന്നെയായിരിക്കും. അതനുസരിച്ചിട്ട് കേരളത്തിന് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം. കാരണം ഇതൊരു വല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ലോകത്തെ സംബന്ധിച്ചും. ഇവിടുത്തെ മാത്രമല്ല, ലോകത്ത് തന്നെ എക്കണോമിക് ക്രൈസിസ് രൂക്ഷമായി വരുന്നുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അസ്വസ്ഥതകൾ, അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ നല്ലതുപോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട സമയമാണ്. കേന്ദ്ര ഗവൺമെന്റാണ് ആ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ചെയ്യേണ്ടത്. കാരണം അവരുടെ ഇപ്പോൾ എല്ലാം അത് വരേണ്ടതാണ്. എന്തായാലും ബഡ്ജറ്റ് വരുന്നുണ്ടല്ലോ 1-ാം തീയതി. 5-ാം തീയതിയാണ് നമ്മുടെ ബഡ്ജറ്റ്. 1-ാം തീയതി വരുന്ന ബഡ്ജറ്റിൽ കുറച്ച് കാര്യങ്ങൾ അവർ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സംസ്ഥാനത്തോട് പ്രത്യേകിച്ചും കുറച്ചുകൂടെ നല്ല സമീപനം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഭവ സമാഹരണത്തിന് പുതിയ സാധ്യതകൾ തേടുക, അങ്ങനെ ഒരു ഇതിലേക്ക് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ ഇത്തവണ? വിഭവ സമാഹരണം ഉണ്ടാവണം എല്ലാ സ്ഥലത്തും. അതെന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത് നമുക്ക് പരമാവധി നമ്മുടെ വരുമാനം എല്ലായിടത്തുനിന്നും വരാൻ നോക്കണം. എന്നാൽ വലിയ ഭാരം ഉണ്ടാവരുത്. കിട്ടാത്ത പല മേഖലയുണ്ട്, ടച്ച് ചെയ്യാത്ത മേഖലയുണ്ട്. അപ്പോൾ അത് വരിക. അതുപോലെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. കുറച്ച് ഈ സമ്പദ് രംഗം കൂടുതൽ തൊഴിൽ വരിക, ആക്ടിവിറ്റി വരിക എന്ന് പറയുമ്പം അതുവഴി ജനങ്ങൾക്കും പണം കിട്ടും, സംസ്ഥാനത്തിന്റെ സ്ഥിതി മെച്ചപ്പെടും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും വിഭവത്തെ സംബന്ധിച്ച്. ഈ ക്ഷേമ പെൻഷൻ ആണ് പൊതുവിൽ ഈ എല്ലാ ബജറ്റ് കാലത്തും ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ക്ഷേമ പെൻഷന്റെ വർധനവ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ലെന്ന് നമുക്കറിയാം. വർധനവ് പ്രതീക്ഷിക്കാമോ, അതല്ലെങ്കിൽ മുടങ്ങിയത് കൊടുക്കാനുള്ള എന്ത്? കൃത്യമായി ക്ഷേമ പെൻഷൻ നടത്തുക എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ അജണ്ട. ബാക്കി കാര്യങ്ങളെല്ലാം ഈ വരുന്ന കണക്കിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പണം, ഇത് ഞാൻ പറയുന്ന അവിടുന്ന് വേറെ ഏതോ അക്കൗണ്ടിൽ ഇങ്ങോട്ട് തരാനുള്ള, നമുക്ക് തരാനുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള പണം, അതെല്ലാം എന്താ അവരാണോ തരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഈ റിസർവ് ബാങ്കിന്റെയും കൂടി നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യവും. ആ കിട്ടേണ്ട പണം ഉൾപ്പെടെ നമുക്ക് കിട്ടണം. കാരണം നികുതി തന്നെ ശേഖരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരെ കേന്ദ്രീകരിച്ചാണ് ശേഖരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ വരേണ്ടതുണ്ട്. പണം നമുക്ക് നിയമം അനുസരിച്ചിട്ട് ഇത്ര ശതമാനം ബോറോയിങ് ഉണ്ട്, ഓരോ വർഷവും ഇത്ര ശതമാനം എടുക്കാം. അതെല്ലാം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെന്ന് പറയുമ്പം ആ ബന്ധത്തിനകത്ത് റിസർവ് ബാങ്കിന്റെ എല്ലാം നിയന്ത്രണത്തിന് വിധേയമാണ്. അപ്പോൾ നിയന്ത്രണത്തിനകത്ത് അല്പം താമസിച്ചു പോയാൽ പോലും ബാധിക്കും. അപ്പോൾ ഇതെല്ലാം ഉള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ നിലവിലുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും എല്ലാം കൃത്യമായി കൊടുക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. അത് നടത്താൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു കരുതൽ ബജറ്റിലുണ്ട്. അതിനുള്ള എല്ലാ ശ്രമമാണല്ലോ. അത് അങ്ങനെ ചെയ്യാന്നുള്ളത് തന്നെയാണ് കരുതാൻ. അതെല്ലാം ഭാവിയിൽ അങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. വേറൊരു കാര്യം കൂടി പറയുമ്പോൾ ഈ കിഫ്ബിയിലേക്ക് നമ്മൾ വന്ന സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്നതാണ് കിഫ്ബി. സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന് കടമെടുപ്പ് പരിധിക്കപ്പുറം പുതിയ സാധ്യത കണ്ടെത്തുക എന്നൊരു വലിയ ലക്ഷ്യം ഇത്തരം SPVകൾക്ക് പിന്നിലുണ്ടായിരുന്നു. പക്ഷേ കിഫ്ബിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ പാഴാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിലവിലെ സാഹചര്യം പോയിട്ടുണ്ട്. അതിൽ കേന്ദ്ര നയത്തെ അങ്ങ് കുറ്റപ്പെടുത്തുമായിരിക്കും. ഈ സാഹചര്യത്തിൽ അതിലൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ടോ? അതിനെ എങ്ങനെയാണ് താങ്കൾ ധനമന്ത്രി എന്ന രീതിയിൽ വിലയിരുത്തുന്നത്? കിഫ്ബി എന്ന് പറയുന്നത് സർക്കാരിന്റെ നേരിട്ടുള്ള ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ആയിട്ടല്ല കണ്ടത്. അതൊരു അല്ലാതെ തന്നെ പണം റേസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. തിരിച്ചടയ്ക്കാനുള്ള കൃത്യമായ പദ്ധതി നമുക്കുണ്ട്. ഓരോ വർഷവും കൃത്യമായി തിരിച്ചടയ്ക്കാനുള്ള പദ്ധതിയും വരുമാനമുണ്ട്. പക്ഷെ അത് അംഗീകരിക്കാതെ ഇതൊരു കടം നമ്മുടെ കടമായിട്ട് അവർ എടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ പ്രശ്നം. അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ പെൻഷൻ കമ്പനി, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സോഷ്യൽ വെൽഫെയർ പെൻഷന് വേണ്ടി ഒരു കമ്പനി നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ആ കമ്പനി എടുത്ത പണവും കടമായിട്ട് ഇവർ കണക്ക് കൂട്ടി അത് വേറെ രീതിയിൽ നമ്മൾ തിരിച്ചടയ്ക്കുന്നത്. സർക്കാർ തന്നെ കുറേയേറെ അടയ്ക്കേണ്ടി വരും. പക്ഷെ അത് കടമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മുടെ ആകെ ബഡ്ജറ്റ് തെറ്റിച്ച് നമ്മൾ അതിന്റെ പേര് കടമെടുത്തതും കൂടി നമ്മുടെ ഓരോ വർഷത്തെ പണത്തിൽ നിന്ന് പിടിച്ചോണ്ട് പോകും. അതുകൊണ്ടാണ് അതൊക്കെ വെച്ചിട്ടാണ് കേസിന് പോയേക്കുന്നത്. അതുകൊണ്ട് അതിൽ വളരെ കമ്മിറ്റഡ് അല്ലേ. ഞങ്ങൾ കിഫ്ബിയുടെ കാര്യത്തിലും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ കാര്യത്തിലും നിലവിലെടുത്തുകൊണ്ടിരിക്കുന്ന നയങ്ങളുടെ കാര്യത്തിലും 100% സർക്കാരിന് യോജിപ്പുണ്ട്. അത് സംരക്ഷിക്കണമെന്നുള്ളതുകൊണ്ടാണല്ലോ ഈ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസിന് പോയേക്കുന്നത്. അപ്പോൾ പുനർവിചിന്തനത്തിന്റെ ആവശ്യമില്ല, അത് ശക്തിപ്പെടണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഒരു കാര്യം കൂടി, അതായത് സംസ്ഥാനത്ത് ഈ കിഫ്ബി വഴി നിരവധി പദ്ധതികൾ വന്നു. ബജറ്റിന് പുറത്ത് പ്രഖ്യാപനങ്ങൾ നടത്തുകയും പുതിയ കെട്ടിടങ്ങൾ, പാലങ്ങളൊക്കെ നിർമ്മിച്ചു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ദൈനംദിന പ്രവർത്തനം മുന്നോട്ട് പോകുന്ന പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ പൊതു കടമെടുപ്പിനെ അടക്കം കിഫ്ബിയുടെ കണക്ക് കൂടെ താരതമ്യപ്പെടുത്തുമ്പോൾ ബാധിച്ചു എന്നതാണ് അവസ്ഥ ഉണ്ടാക്കിയത്. കുറച്ചത് ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി വരുന്ന സർക്കാരുകൾക്ക്, ഇന്നത്തെ സർക്കാരിന്റെ തുടർച്ചയാവട്ടെ അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ വരട്ടെ, ആ സർക്കാരുകൾക്ക് ഇത് നിലനിർത്തി കൊണ്ടുപോകുക ഒരു ബാധ്യതയായി മാറില്ലേ? തൽക്കാലത്തെ സ്ഥിതിയിൽ അങ്ങനെ ബാധ്യതയില്ല. വരുന്ന സർക്കാരുകൾക്കും ആ ബാധ്യത വരുന്ന പ്രശ്നമേ ഇല്ല. ആ തരത്തിലാണ് അത് ഇപ്പോഴത്തെ സ്ഥിതി നിൽക്കുന്നത്. ഇപ്പോൾ അത് നമുക്കിവരിങ്ങനെ ഈ പണം എല്ലാം കൂടെ നേരത്തെ എടുത്ത 10-14,000 കോടിയും കൂടി നമ്മുടെ കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാൻ ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ ഇടപെടലാണ്. അത് വരുമ്പോൾ
ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനം തന്നെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാം, പ്ലാനിനകത്ത് നമ്മൾ ചെയ്യുന്ന സ്പെൻഡിങ് ഉണ്ട്. ആ പ്ലാനിന് പുറത്ത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രം 20,000 കോടി രൂപ കിഫ്ബി വഴി നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. 2.25 വർഷം. അതിനു മുമ്പും 10,000 കോടി ചെലവാക്കിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് 10,000 കോടി ചെലവാക്കി. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഞങ്ങളെല്ലാം വന്നതിന് ശേഷം 20,000 കോടി ചെലവാക്കി. ഈ 30,000 കോടി ചെലവാക്കിയത് ഇവിടെ വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂലധന നിക്ഷേപം നടത്തിയ മൂലധന നിക്ഷേപം നടത്തിയ സ്റ്റേറ്റ് കേരളമാണ്. ആ നടത്തിയതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചതെന്നുള്ള കാരണം. അത് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് ശക്തിപ്പെടുത്തി തന്നെ പോകേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് നയം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അല്ല, അതിൽ തർക്കമില്ല. ഈ അടിസ്ഥാന സൗകര്യം വികസിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നമ്മൾ പ്രയോറിറ്റി നിശ്ചയിച്ചതിൽ പ്രശ്നം പറ്റി എന്നൊരു കാര്യം വരുന്നില്ലേ? അവിടെയാണല്ലോ നമ്മുടെ നിശ്ചയിച്ചതിനകത്ത് പ്രശ്നമില്ല. അടിസ്ഥാന സൗകര്യം നാഷണൽ ഹൈവേ വേണം, റോഡ് വേണം, നല്ല പോർട്ടുകൾ വേണം, നല്ല എയർപോർട്ടുകൾ വേണം, നല്ല കണക്ടിവിറ്റി വേണം, ഒന്നാന്തര സ്കൂള്, ആശുപത്രി, പൊതുകാര്യങ്ങൾ എല്ലാം വേണം. അതല്ലേ ചെയ്തുള്ളൂ. വേറെ ഏത് പ്രയോറിറ്റി മാറ്റിയത്? ഇതൊക്കെ വേണ്ടതല്ലേ? കിഫ്ബിയിലെ പ്രഖ്യാപിച്ച പദ്ധതികളുടെ പൂർത്തീകരണം ഇനി ബാക്കി പൂർത്തീകരിച്ചുകൊണ്ട് അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതുവരെ അതിനൊന്നും അങ്ങനെ തടസ്സം വന്നിട്ടില്ല. തടസ്സം വരാതെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കടമെടുക്കുന്നതിന് വല്ലാതെ കട്ട് ചെയ്ത് നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ അതിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ എടുക്കുന്നുണ്ട്. നാഷണൽ ഹൈവേക്കും ഫുഡ് കോർപ്പറേഷനും ഒക്കെ അവരെടുക്കുന്നുണ്ട്. കേരളം 3% എടുക്കാമെന്ന് പറയുന്നു. അവർ 3% എടുക്കാവുള്ളൂ നിയമപരമായിട്ട്. പക്ഷെ അവർ 6.4% എടുക്കുന്നു. തീരുമാനിക്കുന്ന അവരായതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ എടുക്കാം. നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതാ ഞാൻ പറഞ്ഞു, റിസർവ് ബാങ്കിന്റെ നിയന്ത്രണമുണ്ട്. അവർക്ക് ആ നിയന്ത്രണം ഇല്ല. ഒന്നുകിൽ നിങ്ങൾ ഒരേ നിയമം നടപ്പിലാക്കണം. ഒരേ നിയമം എല്ലായിടത്തും ഒരുപോലെ ആവണം. അത് ബാധകമല്ല അവർക്ക്. അവിടെ ആകെയുള്ള ഒരു വർഷത്തെ ചെലവിന്റെ 40% കടവാണ്. ബഡ്ജറ്റ് ചെലവിന്റെ 40% കടമെടുക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ്. കേരളത്തിലൊക്കെ 20% പോലും ഇല്ല. ഒരു കാര്യം കൂടി, നമുക്കറിയാം രാഷ്ട്രീയം, സർക്കാരുകളും ഭരണപക്ഷവും പ്രതിപക്ഷത്തിനിവിടെയും രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഈ ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നൊരു പ്രാഥമിക തത്വം എല്ലാ തരത്തിലുമുണ്ട്. ഇപ്പം ധനമന്ത്രി ആ ചുമതലയിരിക്കുന്നതുകൊണ്ട് തന്നെ താങ്കൾക്കറിയാൻ പറ്റും, രാഷ്ട്രീയത്തിനപ്പുറം വസ്തുത എന്നൊരു വലിയ ഫിഗർ താങ്കൾ മുന്നിലുണ്ട്. അങ്ങനെ ഒരു പിന്തുണ പ്രതിപക്ഷത്തിൽ നിന്നും കിട്ടുന്നില്ല എന്ന പ്രശ്നമുണ്ടോ? കാരണം ഇനി ഇടതുമുന്നണി മാറി ഇവിടെ UDF ഭരിച്ചാലും അവർ നേരിടേണ്ട ഒരു പ്രതിസന്ധിയാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ. അത് ശരിയായൊരു ചോദ്യം തന്നെയാണ്. ഞാൻ ഈ കാര്യത്തിനകത്ത് ഒരിക്കലും ഒരു തെറ്റായ വലിയ വ്യാജമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ആദ്യം തൊട്ടേ വളരെ കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. ആ കൃത്യമായ കാര്യം പറയുമ്പോഴും കേരളത്തിലെ 1 രൂപയുടെ പോലും ചെലവ് വേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ല. ഇപ്പൊ ഇതെല്ലാം പറയുന്നുണ്ടോ, അയ്യോ പണമൊന്നും ചെലവാക്കുന്നില്ല, ഇവരുടെ ഒന്നും ഇല്ല എന്നൊക്കെയാണല്ലോ പ്രതിപക്ഷം പറയുന്നത്. ഞങ്ങള് ചുമതല ഏറ്റെടുക്കുന്നത് 2021-ലാണ്. 2021-22 വർഷമാണ് ഞാൻ ആദ്യമായിട്ടുള്ള ചുമതലയുള്ള വർഷം. 21-ലെ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന വർഷം നമ്മൾ ചെലവാക്കിയത് 1,38,000 കോടിയാണ്. കോവിഡ് സമയത്ത് ധാരാളം പണം ചെലവാക്കേണ്ടി വന്ന സമയമാണെന്നുള്ള ഓർക്കണം. 5% കടമെടുക്കാൻ അവകാശം ഉണ്ടായിരുന്നു. മറ്റു മാറ ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്ന സമയമാണ്. അതിനുശേഷം വന്നപ്പോൾ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ നടപ്പിലാക്കിയതാണ്. 1,38,000 നിന്ന് 1,63,000 കോടിയാണ് ആദ്യത്തെ വർഷം നമ്മൾ ചെലവാക്കിയത്. ഈ വർഷം വരുമ്പോഴേക്കും അത് 1,70,000 കോടിയാവും. അപ്പം പണം ചെലവാക്കുന്നതിൽ കുറവ് വന്നിട്ടില്ല. എന്നാൽ ഇത്രയും പണം വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് നമ്മൾ ആഭ്യന്തരമായിട്ട് വരുമാനം വർദ്ധിച്ചു. എന്നാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യം പറയണ്ട. ഈ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ചെലവൊന്നും ചുരുക്കിയിട്ടില്ല, ഇല്ലാതാക്കിയിട്ടില്ല. 18 മാസം പെൻഷൻ കൊടുക്കാതിരുന്നു. ഇതൊന്നും ഇല്ലാഞ്ഞ സമയത്ത് പണ്ട് ഇവിടെ അങ്ങനെയൊന്നുള്ള കാര്യം വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങളൊക്കെ ചോദിച്ചതുപോലെ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന നിലയിൽ ഇതിനകത്ത് മാറി കളിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിന്റെ ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഭരണകക്ഷി എന്ന നിലയിൽ LDF-നോടുള്ള നയങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് വേറെ പറയണം. ഞങ്ങൾക്ക് UDF-നോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് വേറെ പറയണം. കേരളത്തിന്റെ ഇഷ്യൂവിനകത്ത് കോംപ്രമൈസ് കാണില്ല. സ്റ്റേറ്റിന് 50,000 കോടി കിട്ടിയില്ലെങ്കിൽ അത് ബാധിക്കുന്നത് LDF-കാരെ മാത്രമല്ല, CPM-കാരെയോ CPI-കാരെ മാത്രമല്ല, കോൺഗ്രസ്സുകാരെയോ BJP-കാരെ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരെയും ബാധിക്കും, പാർട്ടി ഇല്ലാത്തവരെയും ബാധിക്കും. നമ്മുടെ കുട്ടികൾ ജനിക്കുന്നവർക്കുൾപ്പെടെയുള്ള ഭാവി സൗകര്യങ്ങൾ വികസിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ട 50,000 കോടി രൂപ ഒരു വർഷം ഇല്ലാതായാൽ അത് എത്രയോ വർഷത്തെ ബാധിക്കുന്നതാണ്. അത് എല്ലാവരും ചേർന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഈ ധനസ്ഥിതിയെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക കാര്യങ്ങളും ബജറ്ററി കാര്യങ്ങളിലുമൊക്കെ വലിയ താല്പര്യമുള്ള ആൾ കൂടിയാണ്. അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നിട്ട് കൂടി പ്രതിപക്ഷ നേതാവൊന്നും അങ്ങനെ അത് അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ലെന്ന് തോന്നുന്നു. അത് അദ്ദേഹത്തോട് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാത്തത് എന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോഴായിരിക്കും പറയാൻ പറ്റും. അദ്ദേഹത്തിന് അതിൻ്റെതായ അഭിപ്രായം കൃത്യമായി പറയാൻ പറ്റും. ഒറ്റ കാര്യം കൂടി അവസാനിപ്പിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് ബജറ്റ് അവതരണത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും ധനമന്ത്രിക്ക് മുന്നിലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല. കാരണം ചില
അത്ര ആകർഷകമായ പ്രഖ്യാപനങ്ങൾ പൊതുജനവും മുന്നണിയും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പ്രതീക്ഷിക്കും. ആ ഒരു പ്രഖ്യാപനം താങ്കൾ കരുതൽ ഈ ബജറ്റിൽ നടത്തുന്നുണ്ടാവുമോ? തീർച്ചയായിട്ടും ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുക, അതിനാണ് ഞങ്ങൾ ശ്രമിക്കുക. ജനങ്ങൾക്കൊരു കാര്യം അറിയാം, ഇന്ത്യയിൽ ഏറ്റവും നന്നായി ജനപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷമാണ്. ബാക്കി ഒരു സ്റ്റേറ്റിലും ഇപ്പോൾ LDF ഗവൺമെന്റും ഇല്ല, ഇങ്ങനത്തെ ഗവൺമെന്റ് ഇല്ല. ഉദാഹരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വന്നു, 60,000 പേരാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലാകെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി അപ്പോയിന്റ്മെന്റ് നടന്നത്. അതിൽ 45% കേരളത്തിലാണ്. പെൻഷൻ സമ്പ്രദായം, ഈ കാര്യങ്ങൾ, സോഷ്യൽ സെക്യൂരിറ്റി, ആശുപത്രി, ഇതൊക്കെയുള്ള കേരളത്തിലാണ്. കേരളത്തിലെ ഇടതുപക്ഷം തകർന്നാൽ എന്താണ് ഉണ്ടാവുക എന്ന് ജനങ്ങൾക്കറിയാം. ഇത് സൗകര്യങ്ങൾ മാത്രമല്ല, സ്വതന്ത്രമായിട്ട് നടക്കാൻ, മതനിരപേക്ഷതയുള്ള അമ്പലത്തിലോ പള്ളിയിലോ പ്രാർത്ഥിക്കാതിരിക്കാനോ, സ്വതന്ത്രമായിട്ട് നടക്കാനോ, പത്രപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാതിരിക്കാനോ ഒക്കെ അവകാശമുള്ളത് കേരളത്തിലാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. വിമർശിക്കുമ്പോഴും വിമർശകർക്കും അറിയാം. ആ കേരളത്തെ സംരക്ഷിക്കാൻ, ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുവാൻ എല്ലാവരും പിന്തുണയ്ക്കും ഇടതുപക്ഷത്തെ എന്നുള്ളത് എനിക്ക് നല്ല ആത്മവിശ്വാസമാണ്. കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മളെല്ലാം മാത്രമായിട്ട് ഉണ്ടാക്കിയതല്ല, കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ കൂടി ഉണ്ടായതാണ്, കേരളത്തിന്റെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യവും കേരളത്തിന്റെ പുരോഗമനപരമായ സ്വഭാവവും സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് എത്രയോ സംഭവങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കേരളം. ആ കേരളത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം ശക്തിപ്പെടണം എന്നുള്ളത് അവരെല്ലാം അറിയുന്ന കാര്യമാണ്. ആ കരുതൽ താങ്കൾ ബജറ്റിൽ നടത്തും? തീർച്ചയായിട്ടും ആ കരുതലുണ്ടാവും. കേരളത്തിന്റെ ഒരു സമൂഹത്തെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സമീപനവും ഉണ്ടാവും. വളരെ നന്ദി.